ഇന്നാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയാലും പ്രശ്നമില്ല. ഇന്നലെ ഞാൻ ഷോപ്പിൽ ഓവർ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നല്ല ഉറക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പാസ്സാക്കിയതിന് ശേഷം നേരെ എണീക്കാന്ന് വെച്ചു. ഇരുന്നതിന് ശേഷം ഉറക്കൊന്നും ക്ലിയർ ആയതുകൊണ്ട് കുറച്ചമേ ആടെ തന്നെ ഇരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓരോ സൈഡിലും സെറ്റാക്കി വെക്കാന്ന് വെച്ചു. അങ്ങനെ കുളീൻ്റെ സാധനങ്ങളൊന്നും സെറ്റാക്കിയതിന് ശേഷം ബ്രഷും കോൾഗേറ്റിലും എടുത്ത് നേരെ ബാത്റൂമിൽ വെള്ളത്തിനാണെങ്കിൽ കൊടുക്കുന്ന തണുപ്പും കാര്യങ്ങളൊക്കെ കുളിയിലും വന്നിട്ട് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. അതും കൂടി ഇട്ടതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടി. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളിലിട്ട് മുടിയെല്ലാം പാരിന് ശേഷം സുബി നിസ്കരിച്ചതിന് ശേഷമാണ് റൂമിൽ നിൽക്കാൻ. അങ്ങനെ സുബി നിസ്കാരം വീട് പാസ്സാക്കിയതിന് ശേഷം റൂമിൽ നേരെ കഴിഞ്ഞു. പുറത്താണെങ്കിൽ നല്ല തണുപ്പ് വെക്കും. 3 ദിവസം മുമ്പ് നല്ല മയം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയി വന്നത്. അതെല്ലാം കഴിഞ്ഞ് നേരെ ഷോപ്പിനുള്ളിൽ കയറിയതിന് ശേഷം ഒരു ചായ കാര്യങ്ങളൊക്കെ ഒന്ന് പാസ്സാക്കാന്ന് വെച്ചു. അതെല്ലാം കഴിഞ്ഞ് ഷെൽഫിൽ എന്തെല്ലാം ഷോട്ട് ഉണ്ട് അതെല്ലാം ഒന്ന് ഫ്രണ്ടോട്ടോ ആക്കി വെക്കണം. അങ്ങനെ ഒരു 10 മണിയാകുമ്പോൾ രാവിലത്തെ ഫുഡ് വാങ്ങാൻ വേണ്ടി നേരെ സൈക്കിളിലെ ബാറ്ററി എടുത്ത് നേരെ വിട്ടു. നേരെ ഹോട്ടലിൽ പോയതിനു ശേഷം സാധനം കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കിയതിന് ശേഷം കുറച്ചമയം ആടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ സാധനം കിട്ടിയതിന് ശേഷം നേരെ സൈക്കിളിലേക്കാണ്. അങ്ങനെ സൈക്കിൾ എടുത്ത് നേരെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നല്ല വെയിലും ഉണ്ട്, നല്ല തണുപ്പും കാര്യങ്ങളും. ഇന്നാണെങ്കിൽ മുട്ടക്കറിയും മുട്ടയും എല്ലാം കൂട്ടി ഫുഡ് കഴിക്കാന്ന് വെച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ വയസ് വാഷിൽ കഴിയിട്ട് നേരെ കൈയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ കച്ചറാടാൻ വേണ്ടി നേരെ ബാക്കിൽ പോകണം. ഞമ്മ തന്നെ പോയിട്ട് ചാടണം, വേറെ ആരും കൊണ്ടില്ല. അതെല്ലാം കഴിഞ്ഞ് ഷോപ്പിൽ ഇരുന്നിട്ട് വെറുതെ എന്തെല്ലാം ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരുന്നു. ബാക്കി വീട് നാളെ ബായ്.